രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തുകയാണ്. മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ തുടർച്ചയായ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയിരിക്കുകയായിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ട സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്നാണ് ഇന്ന് രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തുന്നത്. എന്തൊക്കെയാണ് ഈ മാർച്ചിന്റെ വിശദാംശം? കഴിഞ്ഞ ദിവസം SFI കേരള സർവകലാശാലയിലേക്ക് വലിയ പ്രതിഷേധം തീർത്തിരുന്നു. അതിന്റെ പിന്നാലെ തുടർച്ചയാണ് ഇന്നിപ്പോൾ രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടുള്ളത്. നൂറുകണക്കിന് SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് വന്ന മാർച്ച് രാജ്ഭവന് സമീപത്ത് വെച്ച് ഏതാണ്ട് 200 മീറ്ററുകളെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ബാരിക്കേഡ് മറിച്ചിട്ട് അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നുണ്ട്. വലിയ പ്രതിഷേധം രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിന്റെ ഓഫീസിലേക്ക് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകർ വലിയ പ്രതിഷേധം തീർത്തിരുന്നു. അവിടെ പോലീസിന് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാൻ മാത്രമാണ് അന്നത്തെ പ്രതിഷേധത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധത്തിൽ പോലീസിന് കഴിഞ്ഞത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പ്രവർത്തകർ വരുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരുന്നു. ടങ്കി BC അറബിക്കടലിൽ എന്നെഴുതിയ ബാങ്കുമായിട്ടാണ് SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് പ്രതിഷേധം തീർത്തത്. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 4 തവണ പോലീസ് നിലവിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഡോക്ടർ മോഹൻ കുന്നുമലും ഇവരെ തെരുവിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് SFIയുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ട പ്രതിഷേധത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ DYFIയുടെയും AIYFന്റെയും AISFന്റെയും നേതൃത്വത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ ഒരു സാഹചര്യം സംഘർഷത്തിലേക്ക് പോരുന്നില്ല എങ്കിൽ പോലും മറിച്ച് SFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ രാജ്ഭവനിലേക്ക് കൂടി ഒരു പ്രതിഷേധം തീർക്കാൻ SFI പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നും ബാരിക്കേഡിന് സമീപത്ത് നിന്നുകൊണ്ടും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തീർക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, അതുപോലെ തന്നെ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമൽ ഇവർക്കെതിരെ വലിയ പ്രതിഷേധം എന്തെങ്കിലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രതിഷേധം വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ സമരങ്ങളുടെ സമര പരമ്പരകളുടെ ഒരു കാര്യങ്ങൾക്കാണ് സാക്ഷിയാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരള സർവകലാശാല ആസ്ഥാനത്തായിരുന്നു പ്രതിഷേധമെങ്കിൽ അത് രാജ്ഭവനിലേക്ക് കൂടി വിദ്യാർത്ഥി യുവജന സംഘടനകൾ വ്യാപിപ്പിക്കുകയാണ്. ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം തുടരും. അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കെതിരായിട്ടുള്ള പ്രതിഷേധം തുടരും. ഗവർണറിന്റെ ഇംഗിതത്തിന് വഴങ്ങി സർവകലാശാലകളിൽ ജാതിവൽക്കരണം RSSന്റെ സംഘീവൽക്കരണത്തിന് വൈസ് ചാൻസലർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് SFIയും DYFIയും AIYFും AISFും അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധം തീർക്കുന്നത്. ഏതായാലും നിലവിൽ രാജ്ഭവനിലേക്ക് SFI നടത്തിയ പ്രതിഷേധം നിലവിൽ സമാധാനപരമാണ്. നിലവിൽ 4 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. മറ്റു പ്രവർത്തകർ ബാരിക്കേഡിന് സമീപത്ത് നിന്നുകൊണ്ടും പ്രതിഷേധം തീർക്കുന്നുണ്ട്. ഇതിനിടയിൽ ബാരിക്കേഡ് മറിച്ചിട്ട് പോലീസ് വടം ഉപയോഗിച്ച് കെട്ടിയ ബാരിക്കേഡ് ഉയർത്തി അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിയിരുന്നു. അതിനിടയിലാണ് പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ച പ്രവർത്തകർ നിലവിൽ സമാധാനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ച് മാത്രം പ്രതിഷേധിക്കുകയാണ്. ഒരുപക്ഷെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് സംഭവത്തിലേക്ക് പോയാൽ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം
കഴിഞ്ഞ ദിവസം സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ പോലീസിന് നിസ്സഹായരായി കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം പോലീസ് വലിയ സമീപനത്തോടുകൂടി ആദ്യഘട്ടത്തിൽ ഇടപെട്ടെങ്കിലും SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും മണിക്കൂറുകളോളം ഒരു സംഘർഷാന്തരീക്ഷം തിരുവനന്തപുരം കേരള സർവകലാശാല ആസ്ഥാനത്ത് തീർക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ഒരു ഭാഗത്ത് പ്രവർത്തകർ ബാരിക്കേഡ് ഉയർത്തി അതിനപ്പുറത്തേക്ക് മറിച്ചാക്കുമാണ് പോലീസ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു. ഇതിപ്പോൾ 5ാമത്തെ തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുമ്പിൽ ചുറ്റിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ തന്നെയുണ്ട്. എന്തായാലും പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല.